നാനിയുടെയും ആദർശിന്റെയും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ അനിയാണെങ്കിൽ അവന്തികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. "നീ അഭിയേം കാട്ടി മോശമായ ഒരു പെണ്ണായിരുന്നല്ലോ. നിനക്കിപ്പോൾ എങ്ങനെ നിന്റെ സ്വഭാവത്തിൽ ഇത്ര മാറ്റമൊക്കെ വന്നത്? അത് നീ സ്വന്തമായിട്ട് നിന്റെ ക്യാരക്ടർ മാറ്റിയതാണോ? അതോ നിന്നെ ആരെങ്കിലും പറഞ്ഞിട്ട് ഈ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങോട്ട് വന്ന് അഭിനയിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞ ആരെങ്കിലും വിട്ടയാണോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ നമ്മൾ അഭിയടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. നാളെ വിവാഹ നിശ്ചയമായിട്ട് പോലും ആ അനിയനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഭി ചോദിക്കുന്നുണ്ട്, നിനക്കപ്പം അവനെ ഇഷ്ടമാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട്, "എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എന്നെ സ്നേഹിക്കാത്തവരെ ഞാനെന്തിനാ സ്നേഹിക്കുന്നതെന്നൊക്കെ" നമ്മൾ അവന്തികയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശാണെങ്കിൽ നയനടുത്ത് പറയുന്നുണ്ട്, "എങ്ങനെങ്കിലും നമുക്ക് ആ വിവാഹ നിശ്ചയം ഒന്ന് മുടക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, "എന്തായാലും ആദർശേട്ടാ എന്തായാലും വിവാഹ നിശ്ചയം നടക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളായിട്ടത് മുടക്കിയെന്ന് ആരും പറയണ്ട" പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മള് കനകയാണെങ്കിൽ നമ്മള് നന്ദുവിനടുത്ത് പറയുന്നുണ്ട്, "ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നിന്റെയും കൂടെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവും" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, "അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴൊന്നും സമാധാനം ഉണ്ടാവത്തില്ല" എന്നൊക്കെ നന്ദു പറഞ്ഞിട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദുവിനെ അനി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയം മുടങ്ങുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ പറയാനൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, "എടാ ഇപ്പൊ ഞാൻ എന്ത് പ്ലാനാ പറഞ്ഞു തരേണ്ടേ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നത്, "എന്തായാലും മോതിരമാറ്റ ചടങ്ങല്ലേടാ, അതെന്തായാലും അങ്ങ് നടന്നോട്ടെ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ടാണെങ്കിൽ അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നത് അനിയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.